നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്ത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന ഭാഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗങ്ങൾ എന്നുള്ള ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 1 തൊട്ട് 13 വരെയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ഓർമ്മ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങളിലേക്ക് വരാം. ഇനി വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള 14ാമത്തെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 14ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് കേന്ദ്ര സംസ്ഥാന സർവീസിനെ പറ്റി പരാമർശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം PSCയുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പം നമ്മുടെ PSCയെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 14ാമത്തെ ഭാഗം എന്ന് മനസ്സിലാക്കുക. PSC അതുപോലെ കേന്ദ്ര തലത്തിൽ വരുന്ന UPSC. അപ്പം ഈ രണ്ട് സ്ഥാപനത്തെ പറ്റിയും ഭരണഘടനയിൽ പരാമർശിക്കുന്നത് 14ാമത്തെ ഭാഗത്തെ പറ്റിയാണ്. അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർവീസ്, സർക്കാർ ജോലിക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള PSC UPSC കാര്യങ്ങളെല്ലാം വരുന്നത് 14ാമത്തെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു റിപ്പീറ്റഡ് ഭാഗമാണ്, അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്നും പല പ്രാവശ്യം ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമാണെന്ന് ഓർത്ത് വെച്ചിരിക്കും. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഭാഗം 14A. 14 കഴിഞ്ഞാൽ അടുത്തത് 14A ആണ്. അവിടെ പറയുന്ന ട്രിബ്യൂണലുകളെ പറ്റിയാണ്. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അതായത് ഈ പറയുന്ന 14ാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റിയൊക്കെയാണ് പരാമർശിക്കുന്നത്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്ക പരിഹാരത്തിനു വേണ്ടി ഇന്ത്യയിൽ വന്നിട്ടുള്ളതാണ് ട്രൈബ്യൂണലുകൾ. അപ്പൊ ആ ട്രൈബ്യൂണലുകൾ രൂപീകരിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ പ്രവർത്തനം എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളെ പറ്റി ഭരണഘടനയിൽ പരാമർശിക്കുന്ന ഭാഗമാണ് ഏത്? ഭാഗം 14A എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം 14A എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വന്നോണം ഇത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 14A കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഏത് ഭേദഗതി വഴിയാണ്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 42ാം ഭേദഗതി ഏത് വർഷം നടന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഏത് വർഷമാണ്? 1976ലാണ് 42ാം ഭേദഗതി വരുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? 42ാം ഭേദഗതിയാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്ന് വിളിക്കപ്പെടുന്ന ഭേദഗതിയാണ് ഏത്? 42ാം ഭേദഗതി. അതിന്റെ വിശദീകരണത്തിലേക്കൊക്കെ വരുന്ന ക്ലാസ്സുകൾ നമ്മൾ പോകുന്നതായിരിക്കും. ഇപ്പം ഇത്രയും മാത്രം അവിടെ ഓർത്തിരിക്കുക. 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഭേദഗതി പ്രകാരം ചേർത്ത ഒരു ഭാഗമാണ് ഭാഗം 14A എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലായിക്കൊള്ളണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഭരണഘടനയിലെ 4Aയും അതുപോലെ 14Aയും ഈ രണ്ട് ഭാഗങ്ങളും ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഒരേ ഭേദഗതിയിലൂടെയാണ്. ഏതാണ്? 42ാം ഭേദഗതി എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഭാഗം 15ാമത്തെ ഭാഗത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പരാമർശിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ ആ കമ്മീഷനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി ഭരണഘടനയിൽ പറയുന്നത് 15ാമത്തെ ഭാഗത്താണെന്ന് ഓർത്തിരിക്കുക. ഭാഗം 15 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതും പ്രാധാന്യമുള്ളതാണ്, ഓർത്തു വെച്ചിരുന്നോണം. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഭാഗം 16. 16ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് സംവരണം, റിസർവേഷനെ പറ്റി പരാമർശിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ പല വിഭാഗങ്ങൾക്കും ഇന്ന് പല രീതിയിലുള്ള റിസർവേഷൻസ് ലഭിക്കുന്നുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ റിസർവേഷനുള്ള കാറ്റഗറി ഉണ്ട്. അതുപോലെ ഈ പറയുന്ന ജോലിയിലെ, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ളവർക്ക് പല രീതിയിലുള്ള റിസർവേഷൻസ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ റിസർവേഷൻസ് ഒക്കെ നൽകുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന 16ാമത്തെ ഭാഗമാണ്. അവിടെ പ്രത്യേകിച്ച് ഈ പറയുന്ന SC വിഭാഗത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ST ഉണ്ട്, OBC ഉണ്ട്. അതുപോലെ ഈ പറയുന്ന സാമ്പത്തികമായിട്ട് ഇപ്പോ റിസർവേഷൻ SC ഉണ്ട്, ST ഉണ്ട്, OBC ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഭാഗങ്ങളുടെ റിസർവേഷനെ പറ്റിയൊക്കെ പരാമർശിക്കുന്ന ഭരണഘടനയിൽ എവിടെയാണ്? 16ാമത്തെ ഭാഗത്തിന്റെ അകത്താണെന്ന് ഓർത്തിരിക്കുക. അപ്പം റിസർവേഷനെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം എന്ന് ചോദിച്ചാൽ ഏതാണ്? 16ാമത്തെ ഭാഗം. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാം. 17ാമത്തെ ഭാഗം. 17ാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ അവിടെയാണ് ഭാഷയെ പറ്റി പരാമർശിക്കുന്നത്.
ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു രാജ്യമാണ്. അപ്പം ഇവിടെ ഒരുപാട് ഭാഷകളുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഭാഷകളുടെ ഉപയോഗം, ഈ പറയുന്ന ഔദ്യോഗിക കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകുന്ന എവിടെയാണ്? ഈ പറയുന്ന 17ാമത്തെ ഭാഗത്താണ്. അപ്പം ഭാഷയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭരണഘടനാ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 17ാമത്തെ ഭാഗം എന്നുകൂടി ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഈ ഒരു ടോപ്പിക്കിന്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓർത്തിരിക്കേണ്ട അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഭാഗം 18. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയെ പറ്റി പരാമർശിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്കറിയാം ഇന്ത്യയിൽ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് ഉള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. അപ്പോൾ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകളും ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ പറയുന്ന 18ാമത്തെ ഭാഗത്താണ്. ഏതാണ്? 18ാമത്തെ ഭാഗം. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ 19 പ്രാധാന്യം ഒന്നും ഉള്ളതല്ല എങ്കിലും ഈ പറയുന്ന ടോപ്പിക്ക് പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ പഠിക്കേണ്ട ആവശ്യമില്ല. 19 പല വക. ഓക്കെ, മിസ്സലേനിയസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, എന്നാൽ 20 ഓർത്തിരുന്നോണം. ചോദിച്ചിട്ടുള്ള ഭാഗമാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. 20ാമത്തെ ഭാഗമാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നത്, അമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണേത്? ഈ പറയുന്ന 20ാമത്തെ ഭാഗം എന്ന് ഓർത്തിരിക്കുന്നതാണ് 20ാമത്തെ ഭാഗം. ഇനി വരുന്ന 2 ഭാഗങ്ങളും പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ ഭരണഘടനയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന ആയതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഒരു ടെക്നിക്കൽ സെക്ഷനായിട്ടൊക്കെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 21 താൽക്കാലികവും പരിവർത്തനവും എന്നാണ് അതിന്റെ ഹെഡിങ് വരുന്നത്. 22 ചുരുക്കപ്പേര് പ്രാരംഭം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും വിട്ട് കളഞ്ഞേക്കുക. 20 വരെയുള്ളത് നമ്മളൊന്ന് ഓർത്തിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു ചെറിയ സംശയം വന്നു കാണും. ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോ 22 ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇനി എന്നാൽ ഇപ്പോൾ 25 ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നപ്പോ 22 വരെ വന്നുള്ളൂ എന്നൊരു സംശയം വന്നു കാണുമല്ലോ. ഓക്കെ, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞു വന്നതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന 4A എന്ന് പറയുന്നത് പഠിച്ചല്ലോ. അതുപോലെ ഈ പറയുന്ന 9Aയും Bയും പഠിച്ചല്ലോ. അതുപോലെ ഈ പറയുന്ന 14A എന്ന് പഠിച്ചല്ലോ. അപ്പം ഈ അഡീഷണൽ എത്രയായി? 4 എണ്ണമായല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഈ പറയുന്ന 7ാമത്തെ ഭാഗം. അപ്പൊ അങ്ങനെ വരുന്നുണ്ടേ ഈ പറയുന്ന ആകെ എത്ര ഭാഗങ്ങളായിട്ടുണ്ട്? 25 ഭാഗങ്ങളായല്ലോ. അങ്ങനെയാണ് 25 ഭാഗങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഓർഡറിൽ നോക്കുന്നുണ്ടെ 22ാമത്തെ ഭാഗം കൊണ്ട് എൻഡ് ചെയ്യുമെങ്കിലും ഇടയ്ക്ക് വരുന്ന അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തുകൂടി ചേർത്ത് പറയുമ്പോൾ എത്ര വരും? 25 തന്നെയാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന 25 ഭാഗങ്ങൾ എന്ന കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ 25 ഭാഗവും ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഓർത്തിരിക്കേണ്ടത് മാത്രം ഒന്നുകൂടി എടുത്തു പറഞ്ഞ് ഈ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കൂടിയാണ് വരുന്നത്. 1ാമത്തെ ഭാഗം ഓർത്തിരുന്നോണം, ഇന്ത്യയും ഇന്ത്യയിലെ പ്രദേശങ്ങളും. 2 ഓർത്തിരുന്നോണം, പൗരത്വത്തെ പറ്റിയാണ് പറയുന്നത്. 3 മൗലിക അവകാശം തീർച്ചയായിട്ടും പഠിച്ചിരുന്നോണം. ഇനി 4 മാർഗനിർദ്ദേശ തത്വങ്ങൾ, അതും ഉറപ്പായിട്ട് ചോദ്യം വരുന്നതാണ്. ഭാഗം 4A അതിനും പ്രാധാന്യമുള്ളത് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ യൂണിയൻ എന്നുള്ളത്, കേന്ദ്ര സർക്കാർ എന്നുള്ളത് 5ാമത്തെ ഭാഗം ഓർത്തിരിക്കണം. അതുപോലെ ഈ പറയുന്ന 6 സംസ്ഥാനങ്ങൾ എന്നുള്ളതും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി 8 വിട്ട് കളഞ്ഞേക്കുക. 9 ഓർത്തിരുന്നോണം. 9 എന്താണ്? പഞ്ചായത്തി രാജ്. 9A എന്താണ്? മുനിസിപ്പാലിറ്റി. അത് രണ്ടും നിർബന്ധമായിട്ടും ഓർത്തു വെച്ചിരുന്നോണം. അടുത്തത് 9B ആണ് സഹകരണ സംഘങ്ങൾ. അപ്പൊ അതിനെപ്പറ്റിയും പഠിക്കാൻ ഈ പറയുന്ന എല്ലാം കൂടി ഓർത്തിരിക്കാൻ കഴിയുമെങ്കിൽ ഇതും ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തത് വരുന്നുണ്ടേ 11 ഓർത്തിരുന്നോണം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ് 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. പിന്നീട് വരുന്നുണ്ടെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ UPSC PSCയെ പറ്റി പരാമർശിക്കുന്ന ഭാഗം അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗം. ഏതാണ്? 14ാമത്തെ ഭാഗം. 14Aയും ഓർത്തിരുന്നോണം, ട്രൈബ്യൂണലുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇനി 15 ഓർക്കണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 16 സംവരണം. 17 ഭാഷ. ഇനി പിന്നീട് വരുമ്പോൾ ഓർക്കേണ്ടത് അടിയന്തരാവസ്ഥ, 18ാമത്തെ ഭാഗം. പിന്നീട് ഏറ്റവും ഒടുവിൽ ഇവിടെ ഓർത്തിരിക്കേണ്ടത് 20ാമത്തെ ഭാഗം എന്താണ്?
ഭരണഘടന ഭേദഗതി. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പരീക്ഷാതലത്തിൽ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ടതെന്ന കാര്യം കൂടി വ്യക്തമായി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇപ്പൊ 2 ക്ലാസ്സുകളിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിന്റെ മറ്റു ടോപ്പിക്കുകളിലേക്ക് വരുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ആ ഒരു ഓർഡർ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ക്യാച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ഈ രീതിയിൽ ഈ ഭാഗങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏവർക്കും നന്ദി.